ഹായ് ഹലോ നമസ്കാരം. ഞാൻ ലാലഴകം. ഞാനിപ്പോഴുള്ളത് കാട്ടാൽ പുസ്തകമേളയിലാണ്. കാട്ടാൽ പുസ്തകമേള ഓരോ ദിവസവും വൻ ജനപങ്കാളിത്തത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ കാഴ്ചകളും സ്റ്റാളുകളെയും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം കൂടെ കൂടിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ അടുക്കലാണ്. ഗ്ലോറിയ കോളേജ് ആണ് ആ സ്ഥാപനം. ഒരു ഹൈലൈറ്റ്സ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ അവരോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നത്. വർക്ക് ആൻഡ് സ്റ്റഡി, അതാണ് അവരുടെ ഒരു ഹൈലൈറ്റ്സ്. എന്താണത് നമുക്കൊന്ന് ചോദിച്ചാലോ? അപ്പോൾ ഇതാണ് ഗ്ലോറിയ കോളേജിൻ്റെ ടീം. ഇവരാണ് നമ്മുടെ സ്റ്റാളിലെ ഇൻചാർജ് അല്ലേ? പേരെന്താണ്? ഞാൻ ജാനറ്റാണ്, ഗ്ലോറിയയിലെ നഴ്സിംഗ് ട്യൂട്ടർ. ഞാൻ ശ്രീജിത്ത് എന്നാണ് എൻ്റെ പേര്. ഞാനിവിടെ ഗ്ലോറിയ കോളേജിലെ അഡ്മിഷൻ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യണേ? നമ്മുടെ കോളേജ് ബാംഗ്ലൂരിലാണ്. കറക്റ്റ് ഇലക്ട്രോണിക് സിറ്റിയിൽ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കോളേജ് വരുന്നത്. എന്താണ് നിങ്ങളുടെ ഈ വർക്ക് ആൻഡ് സ്റ്റഡി? നമ്മുടെ ഈ വർക്ക് ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നതാണെങ്കിൽ നമ്മുടെ ഈ മാനേജ്മെൻറ്റ് കോഴ്സസിലെ പിള്ളേർക്ക് രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ അവർക്ക് ക്ലാസ് ഉള്ളൂ. ഈ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായ ഒരു ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് കമ്പനീസ് ഉണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനീസിൽ നമ്മൾ തന്നെ ഒരു വർക്ക് മേടിച്ച് കൊടുക്കും പാർട്ട് ടൈം ആയിട്ട്. അതാകുമ്പോൾ അവർക്ക് മന്ത്ലി ഒരു സാലറിയും കിട്ടും. അവരുടെ സ്കില്ല് ഡെവലപ്പ് ആവാനും ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതാണ് ഈ വർക്ക് ആൻഡ് സ്റ്റഡി. ഒരു നല്ലൊരു ഐഡിയ ആണ് അവർ ചെയ്തിരിക്കുന്നത്. അത് ഇഷ്ടമായതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ആകർഷണം തോന്നുന്ന ഒരു സംഭവം ആയതുകൊണ്ട് മാത്രമാണ് ഇവരെടുത്തത്. ഇവരുടെ സ്റ്റാളിനെ പരിചയപ്പെടുത്താനും ഇവരോട് വർത്തമാനം പറയാനും ഞാൻ തയ്യാറായത്. കാരണം നമ്മുടെ ഗാന്ധിജി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വേളയിൽ വിളയുന്ന വിദ്യാഭ്യാസം. അതിൻ്റെ ഒരു പാർട്ട് പോലെ നമുക്ക് തോന്നും വർക്ക് ആൻഡ് സ്റ്റഡി. അതും നമ്മൾ അധ്വാനിക്കുക, അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് പഠിക്കുക. അത് നല്ലൊരു ആശയമാണ്. എന്തായാലും കോളേജിൻ്റെ ആ നല്ല ആശയത്തിന് ഞങ്ങൾ ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റ്സ് പറയുന്നു. എന്തൊക്കെ കോഴ്സുകളാണുള്ളത്? നമ്മുടെ കോളേജിൽ മാനേജ്മെൻറ്റ് കോഴ്സസ് ആയിട്ട് BBA, BCom, BCA ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാരാമെഡിക്കൽ കോഴ്സസും ഉണ്ട്. നഴ്സിംഗ് ആയിട്ട് നഴ്സിംഗും GNM ഉണ്ട്. ഇത് നമുക്കവിടെ ഈ കുട്ടികൾക്കുള്ള ഈ ഹോസ്റ്റൽ സൗകര്യം അങ്ങനെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത് അവിടെ? നമ്മൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മലയാളി പിള്ളേർക്കായിട്ട് നമ്മൾ കേരള ഫുഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പറഞ്ഞിട്ട് നമ്മൾ നല്ല ബെസ്റ്റ് സെക്യൂരിറ്റിയാണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ബാംഗ്ലൂരിലെ പിള്ളേരെ വിടുന്നുണ്ട്, ആരും ഒന്നും പേടിക്കാതെ നമ്മൾ നല്ല ബെസ്റ്റ് സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത് അവർക്ക്. ബാംഗ്ലൂരിൽ സ്റ്റഡിക്ക് പോകുമ്പോഴത്തേക്ക് പേരൻസിനൊക്കെ ചെറിയ ഒരു ഭയമുണ്ടല്ലേ? അത് പേടിക്കുക വേണ്ട. നമ്മൾ ഏറ്റവും ബെസ്റ്റ് സെക്യൂരിറ്റി ആ പിള്ളേർക്ക് കൊടുക്കുന്നത്. ഗേൾസ് ഹോസ്റ്റലിലും വാർഡനുണ്ട്, ബോയ്സ് ഹോസ്റ്റലും വാർഡനായിട്ട് നമ്മൾ നല്ല സെറ്റപ്പിലാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ കിടിലം സെക്യൂരിറ്റി കൊടുത്ത് തന്നെയാണ് അവരെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെയാണ് അവരുടെ സ്റ്റഡിയും ഈ പറയുന്ന അവർക്ക് ജോലിക്ക് അയക്കുന്നത്. അതെ, പെൺപിള്ളേർക്കാണെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു 6 o'clock 7 o'clock ആ ഒരു സമയം വരെ വെക്കുന്നുള്ളൂ. ആൺപിള്ളേരാണെങ്കിൽ അത് അവരുടെ ഇഷ്ടത്തിന് 8 to 9 മാക്സിമം 10 o'clock വരെ സമയമുണ്ട്. പക്ഷേ 8 to 9 വരെ നമ്മൾ വെക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് അവർ തിരിച്ച് ഹോസ്റ്റലിൽ വരികയും ചെയ്യും, അവർ ചെക്ക് ചെയ്ത് സൈൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവർക്ക് ജോലി നമ്മൾ കൊടുക്കുന്നത് അവരിഷ്ടപ്പെടുന്ന ജോലിയാണ് കൊടുക്കുന്നത്. നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ജോലികളിലേക്ക് ഇവരെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല കമ്പനികളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഏതാണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് അതിലോട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത് വിടുക. അല്ല അവരുടെ ഇഷ്ടം അതനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഈ അവിടെ നിന്ന് വരുന്ന ഇൻകം അത് അവർക്ക് നേരിട്ട് കൊടുക്കുകയാണോ അത് നമ്മുടെ ഹോസ്റ്റലിലേക്ക് വരുവാണോ? അത് നമ്മൾ ഡയറക്റ്റ് അവർക്ക് തന്നെ കൊടുക്കണേ. അത് നമുക്കൊന്നുമില്ല. അത് ഡയറക്റ്റ് പിള്ളേർക്ക് തന്നെ ആയിട്ട് കൊടുത്തിട്ട് അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് മേടിക്കുന്ന പൈസയിൽ ഇച്ചിരി കുറയ്ക്കാമല്ലോ, അങ്ങനെ ഉള്ള സെറ്റപ്പ്. അത് സാധാരണ ചില ബുദ്ധിമുട്ടുള്ള വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വീട്ടിലെ രക്ഷിതാക്കൾക്കൊക്കെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു ആശ്വാസമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ മറ്റ് ആക്ടിവിറ്റീസ്, കോളേജ് സാധാരണ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലാണല്ലോ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങളായിട്ടുണ്ട്? ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നഴ്സിംഗ് പിള്ളേർക്ക് മോസ്റ്റ് പ്രോബബ്ലി പോസ്റ്റിങ്സ് ആണ് കൂടുതൽ വേണ്ടത്. അവർക്ക് എല്ലാ വിധത്തിലും ഹോസ്പിറ്റൽ പോസ്റ്റിങ്സ്, എല്ലാ സ്പെഷ്യാലിറ്റിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ മെഡിക്കൽ സർജിക്കൽ ആണെങ്കിലും സൈക്കാട്രിക് പോസ്റ്റിങ്സ് ആണെങ്കിലും OBG ആണെങ്കിലും എല്ലാ പോസ്റ്റിങ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫുട്ബോളും അതർ കോ കരിക്കുലർ ആക്ടിവിറ്റീസും കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ പരിപാടികളൊക്കെ ഓണം, ക്രിസ്മസ്, അതുപോലെ കൾച്ചറൽ വൈസ് നമുക്ക് എല്ലാ പരിപാടികളും ഉണ്ട് കോളേജിൽ. നമ്മുടെ കുട്ടികൾക്ക്, ഈ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രാക്ടീസ്, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ പ്രാക്ടീസ് പ്രധാനമാണല്ലോ.
അപ്പോൾ അതിന് നമുക്ക് ഹോസ്പിറ്റൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയാണ്? നിങ്ങളുടെ ഓൺ ഹോസ്പിറ്റലാണോ? എല്ലാ ഹോസ്പിറ്റൽസും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാവേരി ഹോസ്പിറ്റലുണ്ട്, സൺറേ ഹോസ്പിറ്റലുണ്ട്, സൈക്കാട്രിക്കിന് വേണ്ടി നമ്മുടെ കടവംസ് ഹോസ്പിറ്റലും OBGന് വേണ്ടി നമ്മൾ GHലാണ് കൊണ്ടുപോകുന്നത്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കിട്ടും, അതിൻ്റെ എക്സ്പോഷറും കിട്ടും. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് കോളേജിൻ്റെ ചെയർമാനെയാണ്. സർ, പേര്? ലോറൻസ് കുര്യൻ. സർ, നമ്മുടെ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, ഈ കുട്ടികൾക്കുള്ള ഒരു പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ പറയാം. നമുക്ക് ആക്ച്വലി ഉള്ളത് നമുക്ക് വന്നിട്ട് ക്യാമ്പസ് ഇൻ്റർവ്യൂ ആണുള്ളത്. പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി നമ്മുടെ ക്യാമ്പസിൽ വന്ന് തന്നെ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്ത് റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ട് ജോലി നേടാൻ സാധിക്കും. അതൊരു വലിയൊരു പോയിൻ്റാണത്. ഇനി കൂടുതൽ എന്തെങ്കിലും നമ്മൾക്ക് കോളേജിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റികൾ നമുക്ക് പിന്നെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടോ? മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഇതൊരു മലയാളി മാനേജ്മെൻ്റ് ആണ്, അതറിയാമല്ലോ, മലയാളി മാനേജ്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാം. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ഥാപനം എന്ന് പറയുമ്പോഴത്തേക്ക് പേരൻസിനൊക്കെ പ്രത്യേക കൺഫ്യൂഷൻ ഉണ്ടാവാം. മലയാളീസ് ആണോ മറ്റേതെങ്കിലും ഭാഷ ബേസ്ഡ് ആണോ? പിന്നെ നമ്മളതുകൊണ്ട് തന്നെ കേരള ഫുഡ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരള ഫുഡ് അത് സാധാരണ അതായിരിക്കും പ്രധാനമായി. മെയിൻലി ഇവിടുന്ന് വരുന്ന കറക്റ്റ് മെയിൻലി ഇവിടുന്ന് വരുന്ന വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് കേരള ഫുഡ് ഉണ്ടോ എന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേരള ഫുഡ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ അവർക്കൊരു പ്രശ്നം വരത്തില്ല. പിന്നെ ഇത് കോളേജ് ഇരിക്കുന്നത് മെയിൻ ഹൈവേയിൽ തന്നെയാണ്. സോ ഇത് ഇരിക്കുന്നത് ഒരു 2 മെട്രോ സ്റ്റേഷൻ്റെ അടുത്തതായിട്ടാണ്, മിഡിലായിട്ടാണ്. സോ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തുണ്ട്, ഹൈവേ അടുത്തുണ്ട്. സോ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷന് ഒന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അപ്പോൾ കാട്ടാൽ പുസ്തകമേളയിൽ വന്ന് നിങ്ങളെ ഒരു സ്റ്റാൾ നടത്തി ഹാപ്പിയാണ്? ഹാപ്പിയാണ്. സാധാരണ ഈ സ്റ്റോളുകളിലേക്ക് വന്ന് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഇളവുകളൊക്കെ ഓഫർ ചെയ്യാറുണ്ട്. ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും വേറെ എന്തെങ്കിലും നമുക്ക് ഓഫർ കൊടുക്കാൻ കഴിയുമോ? നമുക്ക് ഓഫറുണ്ട്. ഇപ്പോൾ ഈ സ്റ്റോളിൽ വന്ന് അഡ്മിഷൻ എടുക്കുന്നവർക്ക് നമ്മൾ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കൊടുക്കുമോ? ഉറപ്പായിട്ട് കൊടുക്കും. അത് ഉറപ്പാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ നമുക്ക് അയച്ചു തന്നുകൊണ്ട് ഇത് കണ്ടിട്ട് വരുന്നതാണ്, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊരു പ്രത്യേക ഡിസ്കൗണ്ട് അതിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സുവർണ അവസരമാണ്. തീർച്ചയായിട്ടും ഇത് നഴ്സിംഗ് ഫീൽഡ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ഭാവി ശോഭനമാകട്ടെ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട്, നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. അപ്പോൾ തൽക്കാലം ഇവരോട് നമുക്ക് ബൈ പറയാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.